ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വളരെ ഹാർട്ട് ടച്ചിങ് മലയാളത്തിൽ അങ്ങനെ ഷിബി മലയ സാർ സത്യദേവ സാറൊക്കെ ചെയ്യണം. കാരണം അതിനൊപ്പം നല്ല മെസ്സേജുള്ള സോഷ്യൽ ലെവൽ ടോപ്പിക്കാണ്. ഇത് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടും കല്യാണം കഴിച്ച കപ്പിൾസ് അവർക്കാണ് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന. കല്യാണം കഴിക്കേണ്ട ആവശ്യം മനസ്സിലായി. പിന്നെ മലയാളികളുടെ കുത്തിവർത്താനം ഇതെല്ലാം കാണിക്കുന്നത് ശരിക്കും ഒരു മലയാളി കുടുംബം കാണിക്കുന്നത്. ഇത് വളരെ ഹൃദയസ്പർശിയായ ഫിലിമാണ്. ഇത് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയാം. പുള്ളി ഡയറക്ടറാണ്. പുള്ളി അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അർജുന ദിവസം പറയാനുണ്ട്. ഇപ്പോൾ അടുത്ത ജയറാമേട്ടനും പറയാം. നമ്മുടെ കബീർ പൊന്നമ്മ അടുത്ത കബീർ പൊന്നമ്മയാണ് നമ്മുടെ ആണവരുടെ ചേച്ചി. എല്ലാം കൊണ്ട് എന്നാൽ ഡൊമിനിക്ക ഇതിലിപ്പോൾ 100% എല്ലാവരും പോസിറ്റീവ് കൊടുക്കും. ഡൊമിനിക്കലും മിക്സഡ് റിവ്യൂ ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. എൻ്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. തലശ്ശേരിയിലാണ്. ഞാനിതിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട്. പടം മോശം. ഞാൻ ഒരു കുറേ കണ്ടു. അതിനുകൊണ്ട് ആസ് എ പ്രൊഡ്യൂസർ ഒരു കുറേ കണ്ടു. ബോഡി അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. സ്റ്റിൽ രോമാഞ്ചം എന്നെല്ലാം അറിയില്ല, അതുപോലെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ച സ്ഥലത്തിനെക്കാട്ടും കൂടുതൽ സ്ഥലത്ത് ക്ലാപ്സും ഒരു ലാഫും വന്നപ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ് ഫീൽ. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പെർഫെക്റ്റ്. ദാറ്റ്സ് വൈ. താങ്ക് യു. അങ്ങനെ ഷുക്കൂറിൻ്റെ വൈഫായ സുഹറ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. ഒരു ഫാമിലി മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലതല്ലേ? നിങ്ങൾക്കൊക്കെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? ഹലോ, ഒരു 5 മിനിറ്റ് കേട്ടോ. ഇവിടെ പത്രക്കാരൻ. എനിക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു സിനിമ. ജെന്യൂനായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചില കൺസേൺസ് ഉണ്ടായിരുന്നു. ഡോക്യുമെൻ്ററി സ്വഭാവത്തിൽ പോകുക, ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷൻ മാറി. നല്ല രസമുണ്ട് സിനിമ. എൻ്റെ ഫാമിലി മൂവിയാണ്. ഞാൻ മുറ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വേറൊരു ഞാനിത് ആ പ്രദേശത്തുള്ളവരോട് സംസാരിച്ചാലാണ് നമുക്ക് എൻ്റെ ഒരു ഞാൻ ചോദിച്ചപ്പോൾ നമുക്കൊരു എറണാകുളത്തോ അല്ലെങ്കിൽ ഒരു ബോംബെയിലോ താമസിക്കുന്നവർക്ക് ഈ ഒരു സിറ്റുവേഷൻ റിലേറ്റബിൾ അല്ല. പക്ഷെ അവിടെ ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കൃത്യമായിട്ട് അവരുടെ ഓരോ ഫാമിലിയിൽ നടന്നിട്ടുള്ള ഒരു കാര്യം പോലെയാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ റൈറ്ററിൻ്റെ ജീവിതാനുഭവം കൂടെയാണ്.